ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള LED ബൾബുകൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓളാക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ കിട്ടിയിട്ട് കുറച്ചായി, അപ്പോൾ അതിന് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം നമ്മൾ ഈ LED ബൾബ് ഇതിപ്പോൾ നമ്മൾ 2 ബൾബാണുള്ളത്. വീട്ടിൽ കേടായതാണ്. ഒന്ന് മിന്നി കത്തുന്നതും ഒന്ന് തീരെ കത്താത്തതും, അങ്ങനെ 2 ബൾബുകളാണ്. 2 ബൾബുകൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഗ്ലാസ് കവർ നമ്മൾ അഴിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾക്കൊരു കത്രികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റുള്ള ഒരു സാധനം എടുത്തിട്ട് നമുക്ക് മെല്ലെ മുട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് അഴിച്ചെടുക്കൽ തന്നെയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അപ്പം നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് പശയൊക്കെ ഇട്ട് നല്ല ഇതിലായിരിക്കും, അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അത് സാവകാശം തന്നെ പൊട്ടാതെ നമ്മൾ ശ്രദ്ധിച്ച് ഇതുപോലെ അഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ബൾബ് പിന്നെ മിന്നി കത്തുന്നതും പിന്നെ ഒരെണ്ണം തീരെ കത്താത്തതുമാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് മിന്നി കത്തുന്ന ഒരു ബൾബാണ്. അപ്പോൾ അതിൻ്റെ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ ഗ്ലാസ് ഒന്ന് അഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ മിക്കവാറും നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാവും. ഇങ്ങനെ മിന്നി കത്തുന്നത് അധികവും LED ബൾബ് കംപ്ലയിൻ്റ് ആവുന്നതാണ് കൂടുതലും. ഒരു 90% വരും. വളരെ റെയർ ആയിട്ടുള്ള മറ്റുള്ള സർക്യൂട്ട് കംപ്ലയിൻറ്റുകളൊക്കെ വരാറുള്ളൂ. അപ്പോൾ നമുക്ക് സർക്യൂട്ട് കംപ്ലയിൻ്റുള്ള ഒരു ഇത് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ അടുത്തുള്ള കിട്ടുന്ന ബൾബുകളെല്ലാം ഇതുപോലെ LED ബൾബ് കംപ്ലയിൻ്റ് ആവുന്നതാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരെണ്ണം കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് LED ബൾബ് വരുന്നത് ഇപ്പോൾ ആ ഒരു ബൾബാണ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്, ആ ഒരു LEDയിൽ. അപ്പോൾ അടുത്ത ഒരു LED കൂടി ഉണ്ട്, ഒട്ടും കത്താതെ. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും അഴിച്ചെടുത്തിട്ട് അതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. മിക്കവാറും നമ്മൾ ആ ഗ്ലാസ് അഴിച്ചിട്ട് നമുക്ക് ഓണാക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ അത് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഏകദേശം നമുക്ക് അന്നേരം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതും നമ്മൾ ഇതുപോലെ തട്ടി മെല്ലെ അഴിച്ചെടുക്കുകയാണ്. അത് കണ്ടില്ലേ, ഇത് അഴിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ചിലത് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും, പക്ഷേ ചിലത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധാപൂർവം അഴിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ ഗ്ലാസ് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ പ്രസ് ചെയ്ത് അപ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോവും. മെല്ലെ കറക്കിക്കൊണ്ട് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഊരി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബൾബിൻ്റെ പ്രശ്നം നോക്കാം. ഇത് ഒട്ടും നമുക്ക് കത്തുന്നതായിട്ട് കാണാത്ത ഒരു ബൾബാണ്. അപ്പോൾ അത് ഒന്ന് ഓണാക്കി നോക്കാം ഇതുപോലെ അഴിച്ചിട്ട്. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ നമുക്ക് ഹോൾഡറിലിട്ടിട്ട് ഒന്ന് നോക്കാവുന്നതാണ്. ഒന്ന് ഓണാക്കി നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. കണ്ടോ, ഇതിൻ്റെ കുറച്ച് ബൾബുകൾ ഇങ്ങനെ ചെറുതായിട്ട് മിന്നുന്നുണ്ട്, വളരെ ഇതായിട്ട്. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ LED ബൾബുകൾ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾബ് നോക്കാം. അതല്ലെങ്കിൽ ഒരു ബാറ്ററി ആയിട്ട് എടുത്തിട്ട് ക്ലോക്കിൻ്റെ ഒക്കെ ബാറ്ററി നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് എടുത്ത് നോക്കിയിട്ട് ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക്. കറക്റ്റ് ആനോടും കാതോടും കറക്റ്റ് ആണെങ്കിൽ നമുക്കത് കത്തുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം. അതായത് പ്ലസും മൈനസും വോൾട്ടുകൾ കൊടുത്തു നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചും മറിച്ചും കൊടുത്തു കഴിഞ്ഞിട്ട് 2 സൈഡിലും കത്തുന്നില്ലെങ്കിൽ ആ ബൾബ് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ബൾബ് പോയിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യത്തേൻ്റെ ഒറ്റ ബൾബുകൾ നമുക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഒറ്റ ബൾബേ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിലേക്ക് LED ഇതിലേക്ക് കണക്ഷൻ വരുന്ന 2 പ്ലസ് മൈനസ് വയറുകളാണ്. അത് വെള്ളയും കറുപ്പും വയറുകളാണ്. നെഗറ്റീവ് പിന്നെ കറുപ്പും പോസിറ്റീവ് വെള്ളയുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ചിലതിൽ ചുമന്ന വയറും അതുപോലെ തന്നെ കറുപ്പ് വയറും ആയിരിക്കും. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്ത് ഇനിയാണ് നമ്മൾ പിന്നെ നമ്മുടെ ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഇത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ വേറെ 2 മെത്തേഡുകൾ മുമ്പ് കാണിച്ചിരുന്നു. ഇതിപ്പോൾ വേറൊരു മെത്തേഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ ബോക്സിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബോർഡ് അഴിച്ചെടുത്തിട്ട് LED ബൾബ് വരുന്ന ബോർഡ് എടുത്തിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ഓണാക്കിയതിന് ശേഷം ഒരു 30 സെക്കൻഡൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്കത് ചൂടായിട്ട് ആ LED ബൾബ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഓണാക്കി വെച്ചു. ഇനി അതിന് ശേഷം നമുക്കൊരു ട്യൂസറോ മറ്റെടുത്തിട്ട് ആ ബൾബിലേക്ക് നമ്മൾ ട്യൂസർ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ബൾബ് തന്നെ ഊരി വരും.
അപ്പോൾ ഇത് പലരും പറയാറുണ്ട് ഇത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഓഫാക്കിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ബൾബൊക്കെ ഊരിയെടുക്കുന്നതൊക്കെ നമ്മൾ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം എടുത്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അപകടകരമായിട്ടുള്ളൊന്നും ഇല്ല. കുട്ടികളൊന്നും ചെയ്യരുതെന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിലുള്ള ബൾബുകൾ 100 രൂപ വിലയുള്ളൂ എങ്കിലും നമുക്കതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിത് ഒരു പഴയ ഒരു LED-ൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് എടുത്തു. അതിൻ്റെ അകത്ത് കുറച്ച് ബൾബുകളൊക്കെ നല്ലതുണ്ടാവും. അതിൽ നല്ല ബൾബ് നോക്കിയിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബൾബുകൾ ഊരിയിടുകയാണ്. നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ LED ബൾബുകൾ വാങ്ങാൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ കുറേ 2-3 ബൾബുകളൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ബൾബുകൾ അയച്ച് LED ബൾബുകൾ അയച്ച് നമുക്കിതുപോലെ നന്നാക്കേണ്ടതിലേക്ക് മാറ്റിയിടാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ മിന്നി കത്തുന്നതാണ്. അതിന് ഒരു ബൾബ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബൾബ് നമ്മൾ അയച്ച് അതിൻ്റെ അകത്ത് നിന്ന് മാറ്റി മറ്റേ ഒരു പഴയ ബോർഡിൽ നിന്ന് ഒരു ബൾബ് അയച്ചെടുത്തു. ഇനി നമ്മളത് അതിൻ്റെ അകത്തേക്ക് ഫിറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് അയച്ചെടുത്തിട്ട് ചൂടിൽ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അയൺ ബോക്സിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തണുക്കുമ്പോഴത്തേക്ക് അവിടെ സെറ്റായിട്ടുണ്ടാവും. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളതിൻ്റെ ആ കണക്ഷൻ ഒന്ന് നോക്കണം. ആനോട് കാതോട് മാറിപ്പോരുത്. എന്നിട്ട് ഒരു സൈഡിൽ സോൾഡറിങ് കുറച്ച് വീതിയിലുണ്ടാവും, ഒരു സൈഡിൽ കുറച്ച് വീതി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ബൾബിലും അതുപോലെ തന്നെ ഉണ്ടാവും, LED ബൾബിലും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന ആ സ്ഥലത്തും അതേപോലെ തന്നെ ആയിരിക്കും. അത് സെയിം അതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അവിടെ പ്രസ്സാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. അപ്പോൾ നമ്മളത് ബൾബ് അവിടെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെ സോൾഡറിങ് വേണ്ടി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമുക്കിതിന് ആവശ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് ഇതിൻ്റെ അകത്ത് നിന്ന് അഴിച്ചെടുക്കാൻ മാത്രം സോൾഡറിങ് വേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കി നമുക്ക് മൾട്ടിമീറ്റർ ഒന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു ബാറ്ററിയൊക്കെ ഉണ്ടെങ്കിൽ ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ബൾബുകൾ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളത് ആ ബോർഡ് അത് അവിടെ ബൾബ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് 2 സ്ക്രൂ ഇടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ബോർഡിൽ നമുക്ക് അടിയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളെ ആ ഹീറ്റ് സിങ്കുമായിട്ട് നമുക്ക് ഈ ബൾബിന് കോൺടാക്ട് കിട്ടുക. അന്നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കുറയുമ്പോൾ ബൾബ് പെട്ടെന്ന് കേടായി പോകില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾ ആ ബൾബ് ആദ്യം എങ്ങനെയാണ് അഴിച്ചെടുത്തത്, അതുപോലെ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. എവിടെയാണ് കറുത്ത വയർ വരുന്നത്, എവിടെയാണ് വെള്ള വയർ അല്ലെങ്കിൽ ചുമപ്പ് വയർ വരുന്നത് എന്നുള്ളത് നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാതെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതല്ലാത്ത പുതുതായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് നോക്കുക. അപ്പം നമുക്കത് സോൾഡർ ചെയ്ത് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബൾബ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ബൾബ് ആ ഒരു ബൾബ് അത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കറക്റ്റ് കത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ബൾബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ഒരു ബൾബ് പോയി, അപ്പോൾ അതിന് വീണ്ടും പിന്നീട് കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒറ്റ പ്രാവശ്യം നമ്മൾ ബൾബ് വാങ്ങിയതല്ലാതെ പിന്നെ നമുക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. നമ്മൾ റിപ്പയർ ചെയ്ത് ഇത് റെഡിയായിക്കൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ സമയമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് നമുക്കത് അത്യാവശ്യം പഠിക്കാനും പറ്റും. ഇതിൻ്റെ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബൾബും രണ്ടാമത്തെ ബൾബും ഒക്കെ റെഡിയാക്കാമാണ്. രണ്ടാമത്തെ ബൾബും ഇതുപോലെ രണ്ടാമത്തെ ബൾബിൽ നമുക്ക് 3 LED ആണ് പോയിട്ടുള്ളത്. അതും നമ്മൾ 3 മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.